നമസ്കാരം, റോസസ് ടേസ്റ്റി ഹൗസിലേക്ക് സ്വാഗതം. ഇന്നൊരു ലഡുവിൻ്റെ റെസിപ്പിയാണ്. ഇത് സാധാരണ ലഡു അല്ല, നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുണ്ടാക്കുന്ന ലഡുവാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് നുറുക്ക് ഗോതമ്പാണെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ സമയം ഓണത്തിൻ്റെ സമയത്തൊക്കെ ഓണക്കിറ്റിനകത്ത് നുറുക്ക് ഗോതമ്പ് ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിലും അതേപോലെ നല്ല സോഫ്റ്റും ആയിട്ടുള്ള നല്ല അടിപൊളി ലഡു തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മെഷറിംഗ് കപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഗ്ലാസ്സിൽ അളന്നെടുത്താൽ മതി. 1 ഗ്ലാസ് എടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു മെഷർ പറയുന്നത് ഇപ്പോൾ ഗ്ലാസ്സിലാണെങ്കിലും കപ്പിലാണെങ്കിലും ആ ഒരു മെഷർ വെച്ചിട്ട് നിങ്ങൾ എടുത്താൽ മതിയാവും. അപ്പോൾ ഇതൊന്ന് ഫസ്റ്റ് വാഷ് ചെയ്തെടുക്കണം. ചിലർ അങ്ങനെ തന്നെ ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാറുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യരുത്. അപ്പം നുറുക്ക് ഗോതമ്പ് എന്നൊക്കെ പറയുമ്പോൾ അത് എവിടെ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ അഴുക്കുകൾ ഒത്തിരി ഉണ്ടാവും. അപ്പോൾ അതൊന്ന് കഴുകി ഇതൊന്ന് ഞാനൊരു 15 മിനിറ്റോളം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞാനിതുപോലെ അരിപ്പയിലേക്ക് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ തരിതരിയായിട്ടുള്ള നുറുക്ക് ഗോതമ്പാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യമില്ല. ഇത് കുറച്ച് വലിപ്പമുള്ളതുകൊണ്ടാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചത് കേട്ടോ. ഇനി ഇത് നമുക്ക് ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. പാൻ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പശുവിൻ നെയ്യാണ്. അപ്പോൾ ഈ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യുടെ ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഇത് നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി, കറുത്ത മുന്തിരിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ സാധാരണ ലഡുവിൽ കറുത്ത മുന്തിരിയാണല്ലോ ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് നെയ്യിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. തീരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ മുന്തിരി ഫ്രൈ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇതൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം കുറച്ച് നട്ട്സ് വേണമെന്നില്ല, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പം നട്ട്സും കൂടെ ഞാൻ ഇട്ടിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് അതേ നമ്മുടെ നെയ്യിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ ഗോതമ്പ് ഇങ്ങനെ നമ്മുടെ നെയ്യിൽ ഫ്രൈ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകത്തില്ല. നമ്മൾ ഓരോന്നായിട്ട് വിട്ട് തന്നെ കിട്ടും. അങ്ങനെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പം ഒട്ടും തന്നെ വെറ്റ്നസ് ഉണ്ടാവാൻ പാടില്ല. ആ വെള്ളമയമൊക്കെ മാറി നല്ല ഡ്രൈ ആവണം. ഒരു 5 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. ആ നെയ്യിൽ കിടന്ന് ഫ്രൈ ചെയ്യുന്നതിൻ്റേതായ ആ ഒരു നല്ലൊരു സ്മെല്ല്, നമ്മുടെ ആ ഒരു വാസന വരും നമ്മുടെ മൂക്കിലേക്ക്. ആ സമയം ആകുമ്പോഴത്തേക്ക് നമുക്കിത് നിർത്തിയാൽ മതിയാവും. നമ്മൾ ഫ്രൈ ചെയ്യുന്നത് ആ സമയത്ത് മതിയാക്കിയാൽ മതിയാവും. ഞാനിപ്പോൾ ഇതൊരു 5 അല്ലെങ്കിൽ 6 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് റെഡിയായതിന് ശേഷം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം എന്ന് പറഞ്ഞാൽ 2.5 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതായത് 1 കപ്പ് ഗോതമ്പിന് 2.5 കപ്പ് വെള്ളം. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കളർ തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ കാണാനും ഒരു ഫോട്ടോയൊക്കെ എടുക്കാനായിട്ടുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കളർ ചേർത്തത്. ഇനി കളർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു മഞ്ഞ കളറിൽ നിങ്ങൾക്ക് ലഡു കിട്ടും. ഇനി ഇതിലേക്ക് ഒരു 2 പിഞ്ച് ഏലക്കയുടെ പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഫ്ലേവർ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിം, തീരെ മീഡിയം ഫ്ലെയിമായിട്ട് വെക്കേണ്ട, തീരെ ലോ ഫ്ലെയിമായിട്ടും വെക്കേണ്ട, മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഞാനൊരു 6 മിനിറ്റോളം ഇങ്ങനെ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. മൂടി വെച്ചാണ് കുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നന്നായിട്ട് കുക്കായിട്ട് വന്നോളും. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. പക്ഷെ വെള്ളം ഒന്ന് കുറച്ചുകൂടെ വറ്റാനുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഇനി തുറന്ന് വെച്ചിട്ട് നമുക്ക് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എക്സ്ട്രാ ഉള്ള വെള്ളം കൂടെ ഒന്ന് തോർത്തിയെടുക്കണം. അപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് വെള്ളമൊക്കെ പോയിട്ടുണ്ട്. കണ്ടില്ല, ഈ സമയം വരെ നമ്മൾ പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മളിത് വെന്തതിന് ശേഷമാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയത്ത് ഇത് വെന്തതിന് ശേഷം നമുക്ക് 1 കപ്പ് പഞ്ചസാര, അതാണ് കറക്റ്റ് അളവ് എനിക്ക് വന്നത്. നല്ല മധുരമുണ്ട്, ആവശ്യത്തിന് മധുരമുണ്ട്. ഇനിയും നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ്. പക്ഷേ ഇത് ഒട്ടും മടുക്കാത്ത മധുരമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മധുരം തന്നെ മതിയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഭയങ്കരമായിട്ട് മധുരം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്തോളൂ. നമ്മളിനിയിപ്പോൾ ഇങ്ങനെ പഞ്ചസാര ചേർത്ത് കഴിയുമ്പോൾ പഞ്ചസാര മെൽറ്റായി കഴിയുമ്പോഴത്തേക്ക് ഇതേപോലെ ഒന്നുകൂടെ ഒന്ന്
ഇതേപോലെ ആവും. അപ്പോൾ ഈ ഒരു വെള്ളം കൂടെ ഒന്ന് വറ്റി വരണം. അപ്പോൾ അതിന് നമ്മൾ ഫ്ലെയിം ഒന്നും കൂട്ടണ്ട, നമ്മൾ അതേ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വറ്റിച്ചെടുത്താൽ മതി. നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരണം, അതായത് നമ്മുടെ പാനിൽ നിന്ന് വിട്ട് വരണം. നമ്മൾ ഹലുവയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് വിട്ട് വരത്തില്ലേ, അതേപോലെ ഒട്ടും തന്നെ വെള്ളമില്ലാതെ വിട്ട് വരണം. ഈ സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും അതേപോലെ തന്നെ ഉണക്കമുന്തിരി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒരല്പനേരം മതിയാവും, 1-2 മിനിറ്റിനകം നമുക്ക് ഈ ഒരു വെറ്റ്നെസ് ഒക്കെ പോയിട്ട് നല്ല ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ പാനിൽ നിന്നെല്ലാം വിട്ട് വന്നിട്ടുണ്ട്, കാണുന്നില്ലേ? പാനിലൊന്നും ഒട്ടും തന്നെ ഇത് പിടിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം ഇത് റെഡി ആയിട്ടുണ്ടെന്നാണ്, ഒട്ടും തന്നെ വെള്ളമയം ഇല്ലെന്നാണ് ഇതിൻ്റെ മീനിങ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അപ്പം തന്നെ ആ പാനിൽ നിന്ന് മാറ്റിയിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ചൂടൊക്കെ ഒന്ന് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കാര്യം നമുക്കിത് റൗണ്ടായിട്ട് ഉണ്ട പിടിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് കുറച്ചൊന്ന് ആറണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഫാനിൻ്റെ കീഴെ ഒരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിന് ശേഷമാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെറു ചൂടോടുകൂടി ഇതേപോലെ ഉണ്ട ഉരുട്ടാം, അല്ലെന്നുണ്ടെങ്കിൽ ശരിക്കും തന്നെ തണുത്തിട്ട് ഉണ്ട ഉരുട്ടിയാലും മതി. ഇതിപ്പോൾ ചെറിയൊരു ചൂടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് നെയ്യ് എൻ്റെ കയ്യിൽ തടവിയിട്ടുണ്ട്, അതിന് ശേഷമാണ് ഞാൻ ഇതേപോലെ ഉണ്ട ഉരുട്ടി എടുക്കുന്നത്. നെയ്യ് തടവിയില്ലെന്നുണ്ടെങ്കിൽ അല്പം കയ്യിലൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കും കേട്ടോ, അതുകൊണ്ടാണ് നെയ്യ് തടവിയത്. നെയ്യ് തടവുമ്പോഴത്തേക്ക് നമുക്ക് ഒട്ടും തന്നെ നമ്മുടെ കയ്യിലൊന്നും വരത്തില്ല, നല്ല ക്ലീനായിട്ട് പോരും, നല്ല കറക്റ്റ് ഷേപ്പിൽ കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ് അതേപോലെ തന്നെ. അപ്പം ഈ ദീപാവലി സീസണാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ ദീപാവലിക്ക് നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം സ്വീറ്റ്സ്. അപ്പം ഞാൻ വേറെയും 2-3 സ്വീറ്റ്സ്, പേട അതേപോലെ ജിലേബിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. അതൊക്കെ ഐ കാർഡ്സിലായിട്ടും അതുപോലെ എൻ്റെ സ്ക്രീനായിട്ടൊക്കെ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളതൊന്ന് നോക്കുക. പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ അതിൻ്റെ ലിങ്ക് ഇടാം. അപ്പോൾ നിങ്ങളൊന്ന് പോയി കണ്ട് അതൊക്കെ ഉണ്ടാക്കി നോക്കുക. ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന സ്വീറ്റ് റെസിപ്പീസാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പം ഇതും അതേപോലെ തന്നെ വളരെ എളുപ്പത്തിൽ, നമ്മൾ സാധാരണ ബൂന്തി ലഡു ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആ ബൂന്തിയൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും അല്ലേ. ഇത് അതേപോലെ ഒന്നും വേണ്ട, നമുക്ക് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതേപോലെ ഞാൻ എൻ്റെ എല്ലാ ലഡുവും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്, ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാണാൻ തന്നെ എന്താ ഒരു ഭംഗിയല്ലേ, ആ ഒരു ബൂന്തി ലഡുയുടെ ഒരു ലുക്ക് തന്നെയാണ് ഇതിന്. പിന്നെ ടേസ്റ്റ് എന്ന് പറയാനായിട്ട് നല്ല സോഫ്റ്റാണ്, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ, ബൈ ഫ്രണ്ട്സ്, താങ്ക് യു.